ഹായ് ഫ്രണ്ട്സ്, PSC പഠിപ്പുരയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ ഒക്ടോബർ 28 മുതലുള്ള കറണ്ട് അഫയേഴ്സ് ആണ് നോക്കുന്നത്. 2025 നാവികസേനാ ദിനാഘോഷത്തിന് വേദിയാകുന്നത് ശംഖുമുഖം തിരുവനന്തപുരം. 2025 നാവികസേനാ ദിനാഘോഷത്തിന് വേദിയാകുന്നത് ശംഖുമുഖം തിരുവനന്തപുരം. 49ാമത് വയലാർ രാമവർമ്മ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ഇ സന്തോഷ് കുമാർ. 49ാമത് വയലാർ രാമവർമ്മ സാഹിത്യ പുരസ്കാരം അർഹനായത് ഇ സന്തോഷ് കുമാർ. അരുണാചൽ പ്രദേശിനോട് ചേർന്ന തന്ത്രപ്രധാനമായ പ്രദേശത്ത് ചൈനയുടെ 36 സംരക്ഷിത എയർക്രാഫ്റ്റ് ഷെൽട്ടറുകൾ. അരുണാചൽ പ്രദേശിനോട് ചേർന്ന തന്ത്രപ്രധാനമായ പ്രദേശത്ത് ചൈനയുടെ 36 സംരക്ഷിത എയർക്രാഫ്റ്റ് ഷെൽട്ടറുകൾ. ഹാർഡൻസ് എയർക്രാഫ്റ്റ് ഷെൽട്ടറാണിത്. അരുണാചൽ പ്രദേശിലെ തവാങ് നഗരത്തിൽ നിന്ന് 107 കിലോമീറ്റർ അകലെയുള്ള ലുൻസെയിലാണ് ചൈന ഷെൽട്ടറുകൾ നിർമ്മിച്ചിരിക്കുന്നത്. അരുണാചൽ പ്രദേശിലെ തവാങ് നഗരത്തിൽ നിന്ന് 107 കിലോമീറ്റർ അകലെയുള്ള ലുൻസെയിലാണ് ചൈന ഷെൽട്ടറുകൾ നിർമ്മിച്ചിരിക്കുന്നത്. 2025 ഒക്ടോബറിൽ രൂപീകരണത്തിന്റെ 25 വർഷം പൂർത്തിയായ കേരളത്തിലെ കോർപ്പറേഷൻ കൊല്ലം കോർപ്പറേഷനാണ്. 2025 ഒക്ടോബറിൽ രൂപീകരണത്തിന്റെ 25 വർഷം പൂർത്തിയായ കേരളത്തിലെ കോർപ്പറേഷനാണ് കൊല്ലം കോർപ്പറേഷൻ. സർക്കാരിന്റെ വിഷൻ 2031 ഭാഗമായി വിവര സാങ്കേതിക രംഗത്തെ വളർച്ചയും ലക്ഷ്യങ്ങളും ചർച്ച ചെയ്യാൻ സംഘടിപ്പിക്കുന്ന സെമിനാറാണ് റീകോഡ് കേരള. ഉദ്ഘാടനം ചെയ്തത് പിണറായി വിജയൻ. അപ്പോൾ സർക്കാരിന്റെ വിഷൻ 2031 ഭാഗമായി വിവര സാങ്കേതിക രംഗത്തെ വളർച്ചയും ലക്ഷ്യങ്ങളും ചർച്ച ചെയ്യാൻ സംഘടിപ്പിക്കുന്ന സെമിനാറാണ് റീകോഡ് കേരള. ഉദ്ഘാടനം ചെയ്തത് പിണറായി വിജയൻ. അടുത്തിടെ വാർത്തകളിൽ നിറഞ്ഞിരുന്ന ലൂവർ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് പാരീസ്, ഫ്രാൻസ്. അടുത്തിടെ വാർത്തകളിൽ നിറഞ്ഞിരുന്ന ലൂവർ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് പാരീസ്, ഫ്രാൻസ്. ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ ബംഗ്ലാദേശിന്റെ ഭാഗമാക്കിയുള്ള ഭൂപടം പാകിസ്ഥാൻ ജനറലിന് സമ്മാനിച്ച് ഇടക്കാല സർക്കാരിന്റെ മുഖ്യ ഉപദേഷ്ടാവ് മുഹമ്മദ് യൂനുസ്. ബംഗ്ലാദേശ് സന്ദർശിച്ച പാക് ജനറൽ സഹീർ ഷംഷദ് മിർസയ്ക്കാണ് ബംഗ്ലാദേശ് ഭരണാധികാരി യൂനുസ് വിവാദ ഭൂപടം മുഖചിത്രമായ ആർട്ട് ഓഫ് ട്രയംഫ് എന്ന പുസ്തകം കൈമാറിയത്. ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ ബംഗ്ലാദേശിന്റെ ഭാഗമാക്കിയുള്ള ഭൂപടം പാകിസ്ഥാൻ ജനറലിന് സമ്മാനിച്ച് ഇടക്കാല സർക്കാരിന്റെ മുഖ്യ ഉപദേഷ്ടാവ് മുഹമ്മദ് യൂനുസ്. ആർട്ട് ഓഫ് ട്രയംഫ് എന്ന പുസ്തകമാണ് ഈ വിവാദ ഭൂപടം മുഖചിത്രമായിരിക്കുന്ന പുസ്തകം. 2025 ഒക്ടോബറിൽ രാജ്യാന്തര കുരുമുളക് സമ്മേളനത്തിന് വേദിയായത് കൊച്ചി. 2025 രാജ്യാന്തര കുരുമുളക് സമ്മേളനത്തിന് വേദിയായത് കൊച്ചി. കേരള ബ്രാൻഡ് മെയ്ഡ് ഇൻ കേരള തേയിലയും കാപ്പിയും അടക്കം സംസ്ഥാനത്ത് നിർമ്മിക്കുന്ന 10 ഉൽപ്പന്നങ്ങൾ കേരള ബ്രാൻഡിൽ വിപണിയിലെത്തും. കേരള ബ്രാൻഡിംഗ് ലഭിക്കുന്ന 10 ഉൽപ്പന്നങ്ങളാണ് തേയില, കാപ്പി, നെയ്യ്, തേൻ, കുപ്പിവെള്ളം, പ്ലൈവുഡ്, ചെരുപ്പ്, PVC പൈപ്പ്, സർജിക്കൽ റബ്ബർ ഗ്ലൗസ്, കാലിത്തീറ്റ മിശ്രിതം. കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ് കിഫ്ബി ആരംഭിച്ചതിന്റെ എത്രാം വാർഷികമാണ് 2025 ആഘോഷിക്കുന്നത്? 25ാം വാർഷികം, രജത ജൂബിലിയാണ്. 2025 നവംബറിൽ കമ്മീഷൻ ചെയ്യുന്ന നാവികസേന ആഭ്യന്തരമായി രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച 3ാമത്തെ സർവേ കപ്പലാണ് INS ഇക്ഷക്. 2025 നവംബറിൽ കമ്മീഷൻ ചെയ്യുന്ന നാവികസേന ആഭ്യന്തരമായി രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച 3ാമത്തെ സർവേ കപ്പലാണ് INS ഇക്ഷക്. ഇന്ത്യൻ മാരിടൈം വീക്കിന് തുടക്കം. കേന്ദ്ര തുറമുഖ ഷിപ്പിംഗ് മന്ത്രിയാണ് സർബാനന്ദ സോനോവാൾ. കപ്പൽ നിർമ്മാണം, പുതിയ തുറമുഖ കേന്ദ്രങ്ങളുടെ വികസനം,
തുറമുഖ നവീകരണം എന്നിങ്ങനെ സമുദ്ര വ്യാപാര മേഖലയുമായി ബന്ധപ്പെട്ട വിവിധ മേഖലകളിലായാണ് ധാരണാപത്രങ്ങൾ വരുന്നത്. ലോകത്തെ ഏറ്റവും പ്രായം കൂടിയ പ്രസിഡന്റാണ് പോൾ ബിയ. അദ്ദേഹം ഏത് രാജ്യത്തെ പ്രസിഡന്റായാണ് വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത്? കാമറൂൺ. ലോകത്തെ ഏറ്റവും പ്രായം കൂടിയ പ്രസിഡന്റാണ് പോൾ ബിയ. അദ്ദേഹം ഏത് രാജ്യത്തെ പ്രസിഡന്റായാണ് വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത്? കാമറൂൺ. ലോകത്ത് ഏറ്റവും കൂടുതൽ അധികാരത്തിലിരുന്ന വ്യക്തിയാണ് പോൾ ബിയ. സുപ്രീം കോടതിയുടെ 53-ാം ചീഫ് ജസ്റ്റിസായി നിലവിലെ ചീഫ് ജസ്റ്റിസായ BR ഗവായ് ആരെയാണ് നിർദ്ദേശിച്ചത്? ജസ്റ്റിസ് സൂര്യകാന്ത്. BR ഗവായ് നിർദ്ദേശിച്ചത് ജസ്റ്റിസ് സൂര്യകാന്തിനെയാണ് 53-ാമത്തെ ചീഫ് ജസ്റ്റിസായി നിർദ്ദേശിച്ചത്. അൽബേനിയയിലെ നിർമ്മിത ബുദ്ധി AI മന്ത്രിയാണ് ഡില. അൽബേനിയയിലെ നിർമ്മിത ബുദ്ധി മന്ത്രിയാണ് ഡില. 29-ാം തീയതിയിലെ കറണ്ട് അഫയേഴ്സ് നോക്കാം. ലോക പക്ഷാഘാത ദിനം ഒക്ടോബർ 29. ലോക പക്ഷാഘാത ദിനം ഒക്ടോബർ 29. 2025 തീം എവറി മിനിറ്റ് കൗണ്ട്സ്. എവറി മിനിറ്റ് കൗണ്ട്സ്. 2025 ഒക്ടോബറിൽ ഡൽഹി ഹൈക്കോടതി ജഡ്ജിയായി ചുമതലയേറ്റത് ജസ്റ്റിസ് CS സുധ. 2025 ഒക്ടോബറിൽ ഡൽഹി ഹൈക്കോടതി ജഡ്ജിയായി ചുമതലയേറ്റത് ജസ്റ്റിസ് CS സുധ. മെലിസ ചുഴലിക്കാറ്റ്. ഇക്കൊല്ലം ലോകം കണ്ട ഏറ്റവും വലിയ ചുഴലിക്കാറ്റാണ് കരീബിയൻ ദ്വീപുരാജ്യമായ ജമൈക്കയിൽ. കാറ്റഗറി 5-ൽപ്പെടുന്ന തീവ്ര ചുഴലിയാണ് മെലിസ. മണിക്കൂറിൽ 282 കിലോമീറ്ററാണ് വേഗം. മെലിസ ചുഴലിക്കാറ്റ് ഇക്കൊല്ലം ലോകം കണ്ട ഏറ്റവും വലിയ ചുഴലിക്കാറ്റാണ്. കരീബിയൻ ദ്വീപുരാജ്യമായ ജമൈക്കയിലാണ്. മണിക്കൂറിൽ 282 കിലോമീറ്ററാണ് വേഗം. 70 പിന്നിട്ടവർക്ക് സൗജന്യ ചികിത്സ ഉറപ്പാക്കാൻ കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന. ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പദ്ധതി. 8ാം കേന്ദ്ര ശമ്പള കമ്മീഷന്റെ ചെയർപേഴ്സൺ ജസ്റ്റിസ് രഞ്ജന പ്രകാശ്. 8ാം കേന്ദ്ര ശമ്പള കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് രഞ്ജന പ്രകാശ്. സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ അടുത്ത ചെയർമാനായി നിയമിതനാകുന്നത് റസൂൽ പൂക്കുട്ടി. സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ അടുത്ത ചെയർമാനായി നിയമിതനാകുന്നത് റസൂൽ പൂക്കുട്ടി. 2025 സ്കൂൾ കായികമേളയിൽ ഓവറോൾ ചാമ്പ്യന്മാരായത് തിരുവനന്തപുരം. 2025 സ്കൂൾ കായികമേളയിൽ ഓവറോൾ ചാമ്പ്യന്മാരായത് തിരുവനന്തപുരം. നെക്സ്റ്റ് 30-ാം തീയതിയിലെ കറണ്ട് അഫയേഴ്സ് നോക്കാം. 2 യുദ്ധവിമാനങ്ങളിൽ പറക്കുന്ന ആദ്യ രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു. രാഷ്ട്രപതി ദ്രൗപദി മുർമു റഫാൽ യുദ്ധവിമാനത്തിൽ പറന്നു. മുമ്പ് സുഖോയ് 30 AKIയിലും പറന്നിട്ടുള്ള ദ്രൗപദി മുർമു ഇതോടെ 2 യുദ്ധവിമാനങ്ങളിൽ പറക്കുന്ന ആദ്യ രാഷ്ട്രപതിയായി. 2023 ഏപ്രിലിൽ അസമിലെ തേസ്പൂരിലാണ് സുഖോയ് 30 AKI യുദ്ധവിമാനത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു നേരത്തെ പറന്നത്. 2006 ജൂണിൽ APJ അബ്ദുൽ കലാമും 2009 നവംബറിൽ പ്രതിഭ പാട്ടീലും രാഷ്ട്രപതിയായിരിക്കെ സുഖോയ് യുദ്ധവിമാനത്തിൽ പറന്നിട്ടുണ്ട്. 2025 ഒക്ടോബറിൽ ഏഷ്യ പസഫിക് സാമ്പത്തിക സഹകരണ ഉച്ചകോടിക്ക് വേദിയായത് ദക്ഷിണ കൊറിയ. 2025 എപെക് ഏഷ്യ പസഫിക് സാമ്പത്തിക സഹകരണ ഉച്ചകോടിക്ക് വേദിയായത് ദക്ഷിണ കൊറിയ. ബാഗ്ദാദ് ഫെസ്റ്റിവലിൽ ബെസ്റ്റ് പ്ലേ അവാർഡ് പുതുചരിത്രം സൃഷ്ടിച്ച് മാമാങ്കം. മാമാങ്കത്തിന്റെ നൃത്താവിഷ്കാരമായ നെയ്ത്തെ ബാഗ്ദാദ് ഇന്റർനാഷണൽ തിയേറ്റർ ഫെസ്റ്റിവലിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ബെസ്റ്റ് പ്ലേ അവാർഡ് നേടി പുതുചരിത്രമായി. നെയ്ത്തെ എന്ന നൃത്താവിഷ്കാരത്തിലൂടെ ചേന്നമംഗലത്തെ കൈത്തറി തൊഴിലാളികളെയും അവരുടെ ജീവിതത്തെയും കലയുടെയും സഹിഷ്ണുതയുടെയും പശ്ചാത്തലത്തിൽ പുനഃസൃഷ്ടിച്ചതിനാണ് അംഗീകാരം. ബാഗ്ദാദ് ഇന്റർനാഷണൽ തിയേറ്റർ ഫെസ്റ്റിവലിൽ പ്രകടനം നടത്തിയ ആദ്യ ഇന്ത്യൻ സംഘമായി മാമാങ്കം ഡാൻസ് കമ്പനി മാറി.
ദക്ഷിണ കൊറിയയുടെ പരമോന്നത ബഹുമതിയായ ഗ്രാൻഡ് ഓർഡർ ഓഫ് മുഗുൻഖോ നൽകി ആദരിച്ച ആദ്യ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ദക്ഷിണ കൊറിയയുടെ പരമോന്നത ബഹുമതിയായ ഗ്രാൻഡ് ഓർഡർ ഓഫ് മുഗുൻഖോ നൽകി ആദരിച്ച ആദ്യ അമേരിക്കൻ പ്രസിഡന്റാണ് ഡൊണാൾഡ് ട്രംപ്. നിലവിലെ ദക്ഷിണ കൊറിയ പ്രസിഡന്റാണ് ലീ ജെ മ്യോങ്. നിലവിലെ ദക്ഷിണ കൊറിയ പ്രസിഡന്റാണ് ലീ ജെ മ്യോങ്. അറിയാത്ത നമ്പറിൽ നിന്നും വിളിക്കുന്ന ആളുടെ വിവരങ്ങൾ അപ്പോൾ തന്നെ മൊബൈൽ ഫോണിന്റെ സ്ക്രീനിൽ തെളിയാൻ രാജ്യത്തിന്റെ ടെലികമ്മ്യൂണിക്കേഷൻ വകുപ്പ് അവതരിപ്പിച്ച പുതിയ സംവിധാനമാണ് സീനാപ്പ്, കോളിംഗ് നെയിം പ്രസന്റേഷൻ. 2025 ഒക്ടോബറിൽ മെലീസ ചുഴലിക്കാറ്റ് വീശിയടിച്ച രാജ്യങ്ങളാണ് ജമൈക്ക, ക്യൂബ. 31-ാം തീയതിയിലെ കറണ്ട് അഫയേഴ്സ് നോക്കാം. സുപ്രീം കോടതിയുടെ 53ാമത്തെ ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് സൂര്യകാന്ത്. സുപ്രീം കോടതിയുടെ 53ാമത്തെ ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് സൂര്യകാന്ത്. സർദാർ വല്ലഭായ് പട്ടേലിന്റെ എത്രാമത്തെ ജന്മവാർഷികമാണ് 2025 ഒക്ടോബർ 31 ആഘോഷിക്കുന്നത്? 150ാമത്തെ ജന്മവാർഷികമാണ്. മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ എത്രാമത്തെ രക്തസാക്ഷിത്വ ദിനമാണ് 2025 ഒക്ടോബർ 31 ആചരിച്ചത്? 41ാമത്തെ രക്തസാക്ഷിത്വ ദിനമാണ്. ഇന്ത്യൻ മണ്ണിൽ നിന്നുള്ള ഏറ്റവും വലിയ വിക്ഷേപണം എന്ന ചരിത്രം കുറിക്കുന്ന ഉപഗ്രഹമാണ് GSAT-7R. ഇന്ത്യൻ മണ്ണിൽ നിന്നുള്ള ഏറ്റവും വലിയ വിക്ഷേപണം എന്ന ചരിത്രം കുറിക്കുന്ന ഉപഗ്രഹമാണ് GSAT-7R. സൂപ്പർ പോസിഡോൺ ബ്യൂറേവിസ്നിക് വെപ്പണുകൾ വികസിപ്പിച്ച രാജ്യം റഷ്യ. സൂപ്പർ പോസിഡോൺ ബ്യൂറേവിസ്നിക് വെപ്പണുകൾ എന്നിവ വികസിപ്പിച്ച രാജ്യം റഷ്യ. 11ാമത് ഫിഡെ ചെസ് ലോകകപ്പിന് വേദിയാകുന്നത് ഗോവ. 11ാമത് ഫിഡെ ചെസ് ലോകകപ്പിന് വേദിയാകുന്നത് ഗോവ. ഈ ടൂർണമെന്റിലെ ഏക വനിതയാണ് ദിവ്യ ദേശ്മുഖ്. നിഹാൽ സരിനും SL നാരായണനുമാണ് ലോകകപ്പിലെ മലയാളി താരങ്ങൾ. ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പു കേസുകളിലെ പ്രതികളെ പിടികൂടുന്നതിന്റെ ഭാഗമായി പോലീസ് നടപ്പാക്കിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ സൈ ഹണ്ട്. ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പു കേസുകളിലെ പ്രതികളെ പിടികൂടുന്നതിന്റെ ഭാഗമായി പോലീസ് നടപ്പാക്കിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ സൈ ഹണ്ട്. നിങ്ങൾക്ക് നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോ വീണ്ടും ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. നന്ദി.